ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ബേസിക് സയൻസിലുള്ള 6th ചാപ്റ്റർ സോഴ്സസ് ഓഫ് എനർജി എന്ന ചാപ്റ്ററിൻ്റെ 3rd പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഫ്രം വാട്ടർ അല്ലേ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇലക്ട്രിസിറ്റി ഫ്രം ദി വിൻഡ് അല്ലേ, കാറ്റിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതിയെ, ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പിക്ചർ കണ്ട, ഫസ്റ്റ് പിക്ചർ കണ്ട നിങ്ങൾ, പാം ലീഫ് വിൻഡ് ഫാൻ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ, ഇപ്പോഴത്തെ മക്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താണ് ഈ ഓലയുടെ അത് ഉപയോഗിച്ചിട്ടൊരു പങ്ക ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ നമ്മൾ ഓടുകയാണെങ്കിൽ ആ പങ്ക് ഇങ്ങനെ നന്നായിട്ട് സ്പീഡിൽ കറങ്ങുമായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ മക്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ക്രിയേറ്റ് എ ഫാൻ യൂസിങ് പാം ലീവ്സ് ഓർ പേപ്പർ. കടലാസോ അല്ലെങ്കിൽ ഓല, പാം ലീഫ് എന്ന് പറയുമ്പോൾ ഓല ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് നിർമ്മിക്കുക? ഒരു ഫാന് നിർമ്മിക്കുക. സ്റ്റാൻഡ് ഔട്ട്സൈഡ് ഹോൾഡിങ് ദിസ് ഫാൻ. എന്നിട്ട് നിങ്ങൾ പുറത്ത് പോയി നിൽക്കുക. അപ്പോൾ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടുമൊന്നും വേണ്ട. എന്താണ്, നിന്ന പാടെ തന്നെ അതിങ്ങനെ കറങ്ങും. പക്ഷേ കാറ്റൊന്നുമില്ല, നോർമൽ കാലാവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ ഓടുമ്പോൾ എന്താണ്, ആ പങ്ക അല്ലെങ്കിൽ ഫാൻ ഇങ്ങനെ കറങ്ങും. ഓക്കെ, ഡസ് ദ ഫാൻ റൊട്ടേറ്റ്? വെൻ ഡസ് ദ ഫാൻ റൊട്ടേറ്റ് ബെറ്റർ? വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്ട്സ്. നമ്മുടെ കാറ്റിന് വസ്തുക്കളെ, ഒബ്ജക്ട്സിനെ മൂവ്, ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്, കഴിവുണ്ട്. We can generate electricity utilizing this ability of the wind. നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? എന്താണ് ഈ ഒരു കാറ്റിൻ്റെ അല്ലേ, നമ്മുടെ ഈ കാറ്റിൻ്റെ എബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. എന്താണ് എബിലിറ്റി? കാറ്റിന് ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. Okay, when the blades of a windmill rotate, they derive a connected turbine and a generator, and electricity is generated. എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള വിൻഡ് മില്ലിൻ്റെ പിക്ചർ ഒന്ന് നോക്കുക. നമ്മൾ വിൻഡ് മിൽ അല്ലെ, കാറ്റാടി യന്ത്രം അല്ലെ, അത് എന്ത് ചെയ്യും? നമ്മൾ നല്ല കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അപ്പോൾ അവിടെ കാറ്റ് നന്നായിട്ട് വീശുമ്പോൾ നമ്മുടെ വിൻഡ് മില്ല് എന്ത് ചെയ്യും? കറങ്ങും. ഈ കാറ്റാടി യന്ത്രം എന്ത് ചെയ്യും? കറങ്ങും. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പോൾ അതെന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്? ഒരു ടർബൈനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്യും? നമ്മളെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് നമ്മൾ വിൻഡ് മില്ലിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ഈ വിൻഡ് മില്ല് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ഇൻ കേരളം, ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഫ്രം വിൻഡ് എനർജി ഇൻ പ്ലേസസ് ലൈക്ക് രാമക്കൽമേട്, കഞ്ഞിക്കോട്, അട്ടപ്പാടി. ഈ ഒരു 3 പ്ലേസിലാണ് നമുക്ക് വിൻഡ് മില്ല് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഈ ഒരു 3 പ്ലേസിൽ മാത്രം ഈ ഒരു വിൻഡ് മില്ല് സ്ഥാപിച്ചത്? നമുക്കറിയാമല്ലേ, വിൻഡ് മില്ല് എവിടെയാണ് സ്ഥാപിക്കുക? നന്നായിട്ട് കാറ്റിലെ വിൻഡ് ലഭിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി ഈ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഈ കാറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എബിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു പാരഗ്രാഫിൽ കൊടുത്തത് നിങ്ങൾ കണ്ടോ? വിൻഡ് ഈസ് എൻ എനർജി സോഴ്സ് that humans have used since ancient times. നമ്മൾ മനുഷ്യർ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് എനർജിയാണ് എന്ത്? വിൻഡ്, കാറ്റ് എന്ന് പറയുന്നത്. The power of wind was utilized for traveling in rivers and oceans. നമ്മൾ ഈ ഒരു വിൻഡിൻ്റെ പവർ
അല്ലെ ആ ഒരു വിൻഡിൻ്റെ ശക്തി അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ റിവേഴ്സിൽ, ഓഷ്യൻസിലൊക്കെ, സമുദ്രങ്ങളിലൂടെയും അതുപോലെ തന്നെ നദികളിലൂടെയുള്ള യാത്രക്കൊക്കെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്, ഈ കാറ്റിൻ്റെ ശക്തി നമ്മൾ ഉപയോഗിച്ചിരുന്നു. സ്റ്റോംസ് കോസ് ഡാമേജ് ആൻഡ് കലാമിറ്റീസ് ആസ് ദേ ആർ റിച്ച് ഇൻ എനർജി. പക്ഷേ സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. നല്ല കൊടുങ്കാറ്റിൽ എന്താണ്, നല്ല ഊർജ്ജമുണ്ട്. പക്ഷെ അവ എന്ത് ചെയ്യും, അവ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുക അല്ലേ. കാറ്റ് ആഞ്ഞടിച്ചാൽ, ആഞ്ഞ് വീശിയാൽ എന്താണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ. ബിൽഡിങ്സും അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ വീടിനും ഒക്കത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ. ഇനി we can reduce the rate of calamities and losses if we take precautions according to them. അപ്പോൾ ഇന്ന് എന്താണ്, കാലാവസ്ഥ മുന്നറിയിപ്പിലൂടെ തന്നെ നമുക്ക് എന്താ അറിയാൻ പറ്റും, ഈ കാറ്റുകളുടെ സാധ്യത, ഈ കൊടുങ്കാറ്റടിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മുന്നറിയിപ്പ്, നമ്മൾ ന്യൂസിലൊക്കെ ഇങ്ങനെ മുന്നറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കും. അപ്പോൾ നമുക്ക് ആ നാശനഷ്ടങ്ങൾ കുറയ്ക്കാനാവും. ക്ലിയർ ആയോ? നെക്സ്റ്റ്, കീപ് എ സ്റ്റീൽ വെസൽ ഇൻ എ പ്ലേസ് വേർ സൺലൈറ്റ് ഈസ് അവൈലബിൾ. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വയ്ക്കുക. എന്നിട്ടോ ടച്ച് ദി വെസൽ ആഫ്റ്റർ സം ടൈം. നിങ്ങൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റീൽ പാത്രം ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും അല്ലേ പാത്രത്തിന്. ഇനി വാട്ട് ഡിഡ് യു എക്സ്പീരിയൻസ്, എന്താ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്? നമ്മൾ ആ പാത്രം തൊട്ടപ്പോൾ, ആ ഒരു സ്റ്റീൽ പാത്രം തൊട്ടപ്പോൾ നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്തു. വാട്ട് ഈസ് ദ റീസൺ, എന്തുകൊണ്ടാണ്? സ്റ്റീൽ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ചൂട് കടത്തി വിടാൻ, സൺലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ആ ചൂട് കടത്തി വിടാൻ കഴിയുന്ന ഗുഡ് കണ്ടക്ടറാണ് നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ഇറ്റ് അബ്സോർബ്സ് ദ ഹീറ്റ്. നമ്മുടെ ഈ സ്റ്റീൽ പാത്രം എന്ത് ചെയ്യും, സൺലൈറ്റിൽ നിന്നുള്ള സൂര്യപ്രകാശം എന്ത് ചെയ്യും, ആ ചൂട്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ആ ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മളത് തൊടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആ ഒരു പാത്രത്തിന് നല്ലൊരു ചൂട്, ഹോട്ട് അനുഭവപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് സം വാട്ടർ ഈസ് പോർഡ് ഇൻ ടു ദ വെസൽ. ആ ഒരു ചൂടുള്ള പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം പാർന്നാൽ എന്ത് സംഭവിക്കും, ആ വെള്ളവും ചൂടാവും അല്ലേ. പാത്രം ഓൾറെഡി, പാത്രം എന്താണ്, സ്റ്റീൽ പാത്രം ചൂടുള്ളതാണ്. ആ ചൂട് എന്ത് ചെയ്യും, ഈ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ വെള്ളവും നന്നായിട്ട് ചൂടാകും. Water is poured into the heated vessel. The water will begin to absorb the heat from the vessel and get warmer. ഓക്കെ, വാട്ടർ നമ്മൾ ആ ചൂടുള്ള വെസലിലേക്ക് ഒഴിക്കുമ്പോൾ വാട്ടർ ആ ചൂടുള്ള വെസലിൽ നിന്നുള്ള ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വെള്ളം തിളക്കും. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ്, ഇൻ വാട്ട് വേസ് ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്. ഫസ്റ്റ് വൺ അവിടെ തന്നിട്ടുണ്ടല്ലേ, നമുക്ക് ഒബ്ജക്ട്സ് ഒക്കെ ഡ്രൈ ചെയ്യാൻ, നമ്മൾ ഡ്രസ്സസൊക്കെ അലക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുറ്റത്ത് നമ്മൾ വിരിച്ചിടൂല്ലേ. എന്തിനാണ്, ആ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ചൂട് കൊണ്ട് ആ ഡ്രസ്സുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പിന്നെയോ ഹീറ്റിംഗ് വാട്ടർ ത്രൂ ഡിവൈസസ് ലൈക്ക് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. സോളാർ വാട്ടർ ഹീറ്റേഴ്സിലൊക്കെ നമ്മൾ ഏത് എനർജിയാണ് യൂസ് ചെയ്യുന്നത്, സൺലൈറ്റിൽ നിന്നുള്ള ആ ഒരു എനർജി സോഴ്സാണ് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റേഴ്സിൽ, അതുപോലെ തന്നെ സോളാർ കുക്കറിൽ, സോളാർ ലാമ്പ്, അതുപോലെ സോളാറിൻ്റെ ഏത് ഐറ്റംസിലും നമ്മൾ ഏതാണ് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്, സൺലൈറ്റിനെയാണ് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിവൈസസ് ദാറ്റ് യൂസ് ഹീറ്റ് ഫ്രം സോളാർ എനർജി ഇൻക്ലൂഡ് സോളാർ കുക്കേഴ്സ് ആൻഡ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, സോളാർ കുക്കറും അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റേഴ്സൊക്കെ നമ്മൾ എന്തുപയോഗിച്ചാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിക്ചർ തന്നിട്ടുണ്ട്, സോളാർ കുക്കറിൻ്റെയും അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെയും ഒക്കെ പിക്ചർ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, വാട്ട് ആർ ദ ഡിവൈസസ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പിക്ചർ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സോളാർ കാൽക്കുലേറ്റർ ആണ്. നെക്സ്റ്റ് എന്താണ്, സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ് അല്ലേ. പിന്നെ സോളാർ ലാമ്പാണ്. ഫ്രം വേർ ടു ദേ ഗെറ്റ് ദ എനർജി ടു ഫങ്ഷൻ.
ആ എവിടെ നിന്നാണ് ഇവയ്ക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജി ലഭിക്കുന്നത്? എങ്ങനെയാണ്? ദ സോളാർ പാനൽസ് ഇൻ ദീസ് ഡിവൈസസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സോളാർ പാനൽസ്, സോളാർ ലാമ്പ് ആയാലും സോളാർ കാൽക്കുലേറ്റർ ആയാലും അതുപോലെ തന്നെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആവട്ടെ, സോളാർ കുക്കർ ആവട്ടെ, ഇവയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവയിലുള്ള സോളാർ പാനൽസ് എന്ത് ചെയ്യും? നമ്മുടെ സൺലൈറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഓരോ ഡിവൈസും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? ഈ സോളാർ സ്ട്രീറ്റ് ലൈറ്റിലുള്ള സോളാർ പാനൽസ് നമ്മുടെ സൺലൈറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ആ ഡിവൈസ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ്, വെൻ സൺലൈറ്റ് ഫാൾസ് ഓൺ ദ സോളാർ സെൽസ് ഇൻ ദി സോളാർ പാനൽ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. നമ്മുടെ സോളാർ പാനലിലുള്ള സോളാർ സെൽസിലേക്ക് സൺലൈറ്റ് വീഴുമ്പോൾ, സൺലൈറ്റ് തട്ടുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം. സോളാർ പാനൽസിലുള്ള സോളാർ സെൽസിലേക്ക് സൺലൈറ്റ് വീഴുമ്പോൾ അല്ലെ സൺലൈറ്റ് തട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സോളാർ സെൽസിൽ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇനി ഡിവൈസസ് ദാറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം സൺലൈറ്റ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോംസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. നമ്മുടെ വീടുകളിൽ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ റോഡിലേക്ക് നോക്കിയാൽ അധികം ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഹാവ് യു നോട്ടീസ്ഡ് വെഹിക്കിൾസ് വിത്ത് ഗ്രീൻ നമ്പർ പ്ലേറ്റ്സ് അല്ലേ? അപ്പോൾ ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ നമ്പർ പ്ലേറ്റ് എപ്പോഴും ഗ്രീൻ കളറിലാണ് വരുന്നത്. വാട്ട് ആർ ദെയർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? എന്താണ് അവയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന്? ഫസ്റ്റത്തെ ഫീച്ചറായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രിക് വെഹിക്കിൾസ് റൺ ഓൺ ഇലക്ട്രിസിറ്റി അല്ലേ, ഇൻസ്റ്റെഡ് ഓഫ് കൺവെൻഷണൽ ഫ്യൂവൽസ് ലൈക്ക് പെട്രോൾ ഓർ ഡീസൽ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിൽ പെട്രോൾ ഡീസൽ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതെന്തിലാണ് ഓടുന്നത്, റൺ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഫസ്റ്റത്തെ ഫീച്ചർ. സെക്കൻഡ് വൺ നമുക്ക് എന്ത് ചെയ്താം? അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊഡ്യൂസ് നോ എമിഷൻസ് റെഡ്യൂസിങ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കില്ല. കാരണം ഡീസലും പെട്രോളൊന്നും അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എമിഷൻസ് ഉണ്ടാവില്ല. സീറോ എമിഷനാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഈ രണ്ട് ഫീച്ചേഴ്സും നമുക്കിവിടെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കുറിച്ചിട്ടാണ്. വാട്ട് ആർ ദ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് സച്ച് ആസ് സൺലൈറ്റ് ആൻഡ് വിൻഡ്? നമുക്കറിയാം റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതുക്കാൻ, നമുക്ക് അത് തീർന്നു പോവാത്ത റിസോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് പഠിച്ചിരുന്നു? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് പഠിച്ചിരുന്നു. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ പഠിച്ചില്ല. ഡീസൽ, പെട്രോൾ, അതുപോലെ തന്നെ LPG, അതൊക്കെ നമ്മൾ പഠിച്ചു. അതൊന്നും നമുക്ക് എന്താണ് പിന്നെയും പുതുക്കി ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അത് ഉപയോഗിച്ച് തീർന്നാൽ അതങ്ങ് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും, അത് തീർന്നു പോകില്ല. ആ റിസോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ. നമ്മുടെ സൺലൈറ്റ്, സൂര്യപ്രകാശം, അതുപോലെ തന്നെ എന്താണ് വിൻഡ്, കാറ്റ്, അതുപോലെ നമുക്ക് തിരമാല, വേവ്സ്, ഇവയൊന്നും നമ്മളത് ഉപയോഗിച്ച് എന്ന് വിചാരിച്ചിട്ട് തീർന്നു പോകുന്നവയല്ല. These are known as renewable energy sources. These energy sources do not cause air pollution. ഇതൊന്നും നമ്മൾ ഉപയോഗിച്ച് വെച്ച് തീർന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവയെ എന്താണ് വിളിക്കുന്നത്? റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. ഇവയോ ഈ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ത് ചെയ്യുന്നില്ല? എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. സൂര്യപ്രകാശം വല്ല എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ കാറ്റ് വല്ല എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്താണ്? എയർ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? ഇനി ഇവിടെ പറയുന്നത് കൊച്ചിൻ എയർപോർട്ട് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട്.
This international airport generates the electricity needed for its operations using solar panels. പൂർണ്ണമായിട്ടും നമ്മുടെ സോളാർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം എയർപോർട്ടാണ് നമ്മുടെ കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഈ എയർപോർട്ടിൽ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ ആവശ്യമുള്ള അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല എയർപോർട്ടിൽ. ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടുതലല്ലേ എയർപോർട്ടിൽ. അപ്പം അവിടത്തേക്ക് ഉപയോഗിക്കാവുന്ന ഇലക്ട്രിസിറ്റി മുഴുവൻ അവർ ജനറേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ബയോഗ്യാസിനെ കുറിച്ചിട്ടാണ്. ഈ ബയോഗ്യാസ് എന്താണ്, ബയോഗ്യാസ് പ്ലാന്റ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ അറിയാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഓക്കെ, വി ക്യാൻ ജനറേറ്റ് ഫ്യൂൽ ഫ്രം ബയോവേസ്റ്റ് വിച്ച് കോസസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന, നമ്മുടെ ചുറ്റുപാടിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ വേസ്റ്റുകൾ ഉണ്ടാവില്ല, ബയോവേസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? ഫ്യൂവൽ ഉണ്ടാക്കാം. എന്ത് ഫ്യൂവലാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഗ്യാസ് ആണല്ലേ. ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം ബയോവേസ്റ്റ്. ബയോവേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്യൂവലാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് ബയോഗ്യാസ് പ്ലാൻ ഇൻ അവർ സ്കൂൾ ആൻഡ് ഹോം? നമ്മുടെ വീട്ടിൽ ഈ ബയോഗ്യാസ് വെക്കുന്നതിൻ്റെ ഒരു ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? കാരണം ഈ ബയോഗ്യാസ് വെക്കുന്നതോടുകൂടി നമ്മുടെ ചുറ്റുപാടുള്ള ബയോ വേസ്റ്റുകളൊക്കെ നമുക്ക് കൊണ്ടിടാനുള്ളൊരു കറക്റ്റ് പ്ലേസ് കിട്ടും അല്ലേ. അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടാതെ കറക്റ്റായിട്ട് അത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ നമുക്ക് കിട്ടും. പിന്നെയോ നമുക്ക് കോസ്റ്റ് കുറച്ചിട്ട്, പൈസ കുറച്ചിട്ട് എന്ത് കിട്ടും? ബയോഗ്യാസ് കിട്ടും. ഈ ബയോഗ്യാസ് കൊണ്ട് നമുക്ക് വീട്ടിലെ കുക്കിംഗ് ഒക്കെ നടത്താം. അതേപോലെ തന്നെ അതിൽ നിന്നും നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ചാണകം അതൊക്കെ എവിടെ കൊണ്ടുപോയിടും? ഈ ബയോഗ്യാസ് പ്ലാന്റിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ആവും? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ആവും. എന്നിട്ട് ബാക്കിയുള്ള വേസ്റ്റ് നമുക്ക് എവിടെ യൂസ് ചെയ്യാം? നമ്മുടെ സോയിലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നല്ല ന്യൂട്രിയൻസ് ഉള്ള സോയിലായിരിക്കും. ആ ഒരു സ്ലറി എന്ന് പറയും. നമ്മൾ ഈ ബയോഗ്യാസിൻ ഉണ്ടാക്കിയതിന് ശേഷമുള്ള വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഈ പ്ലാന്റിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, അതിനെയാണ് നമ്മൾ സ്ലറി എന്ന് പറയുന്നത്. ആ സ്ലറി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ കൃഷിയിലേക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, മണ്ണിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നല്ലൊരു വളമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചുള്ളൂ. ഇനി you have learned about different methods of energy production, haven't you? Can these sources satisfy all our energy needs? നമ്മൾ ഇപ്പോൾ ഒരുപാട് എനർജി പ്രൊഡക്ഷൻസ് പഠിച്ചു അല്ലേ. അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിച്ചു, പലതരം എനർജി പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇത് മാത്രം കൊണ്ട് നമ്മുടെ എനർജിയുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമോ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇതുകൊണ്ട് മാത്രം, ഇപ്പം നമ്മൾ പഠിച്ച അതിലൂടെ മാത്രം ഉണ്ടാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനാകുമോ എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? നോ എന്നായിരിക്കും അല്ലേ. അതുകൊണ്ട് മാത്രം കഴിയുമോ നമുക്ക്? ഇല്ല. ദി മെത്തേഡ്സ് പ്രൊവൈഡഡ് ബിലോ ആർ ആൾസോ യൂസ്ഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ എനർജി യൂസസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ വേറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതേതൊക്കെയാണ്? തെർമൽ പവർ പ്ലാന്റ്സ് യൂസിങ് ഡീസൽ ആൻഡ് കോൾ. തെർമൽ പവർ പ്ലാന്റ്സിൽ ഡീസൽ, കോളൊക്കെ യൂസ് ചെയ്യും. ഡീസൽ അല്ല, കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ടൈഡൽ എനർജി, തിരമാലയിൽ നിന്ന് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജിയോ തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി, ഇവയൊക്കെ നമ്മളെ എനർജി പ്രൊഡക്ഷൻ്റെ വേറെ മെത്തേഡ്സാണ്. ഇനി കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദീസ് ആൻഡ് പ്രിപ്പയർ ആൻ എസ്സേ. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഹോട്ട് ബോക്സ്. ഇനി എന്താണ് ഈ ഹോട്ട് ബോക്സ്? We can reduce the consumption of fuels by minimizing energy loss. Hot box is very simple device to keep the food from losing its heat. If we keep the half-cooked food items in this box, they get cooked. It saves energy by preserving the heat inside it. അപ്പോൾ എന്താണ് ഈ ഹോട്ട് ബോക്സ്? നമ്മുടെ വീട്ടിലെ റൈസ് കുക്കറൊക്കെ നിങ്ങൾക്ക് അറിയോ? എന്താ റൈസ് കുക്കറിൽ ചെയ്യുക? നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. എന്താ ചെയ്യുക? അവർ റൈസ് എന്ത് ചെയ്യും? ഹാഫ് കുക്ക് എന്ന് പറഞ്ഞാൽ പകുതി വെന്ത അരി എന്തായിരിക്കും? അരി സാധാ പോലെ തന്നെ ഒരു കുടുക്കയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മുഴുവനായിട്ട് ചോറായിട്ട് വേവിക്കാതെ പകുതി വെന്താൽ എന്ത് ചെയ്യും? ഈ നേരെ കൊണ്ടുപോയിട്ട് ഈ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും.
അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് 1-1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഈ അരി നമ്മൾ ഈ പകുതി വെന്തിട്ടുള്ള ചോറുണ്ടല്ലോ അത് ഫുൾ കുക്കായിട്ട് മാറും. എന്താ ഇവിടെ ഈ പ്രോസസ്സ് നടക്കുന്നത്? എന്താണ് അവിടെ ഈ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ എന്താണ് ആദ്യമേ ഉണ്ടായിരുന്ന ആ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. ആ ചൂട് കൊണ്ടാണ് എന്ത് വേവുന്നത്? നമ്മുടെ ഈ അരി വേവുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഫ്യൂവൽസ് അല്ലെങ്കിൽ എന്താണ് ഇന്ധനം ഇവയുടെയൊക്കെ ഉപയോഗം നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? എനർജി ലോസ് തടയുക. എനർജി നഷ്ടപ്പെടുന്നതിന് തടസ്സം ചെയ്യുക. ഓക്കെ, നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ എന്താണ് ചൂടാറാതിരിക്കാൻ കാസ്ട്രോളിലൊക്കെ ഇട്ട് വെക്കൂലേ? അപ്പോൾ നമ്മൾ രാവിലത്തെ ചായക്കടികളായാലും ചോറൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യും? ചൂടാറാതിരിക്കാൻ കാസ്ട്രോളിൽ ഇട്ട് വെക്കും. അതുപോലെ തന്നെ നമ്മൾ ചൂടുള്ള ചായ ചൂടാറാക്കാൻ തെർമൽ ഫ്ലാസ്ക് ഉപയോഗിക്കൂലേ? നമ്മുടെ വീടുകളിൽ തെർമൽ ഫ്ലാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചൂട് നിലനിർത്തുന്ന ഒരുപാട് പാത്രങ്ങൾ ഇന്ന് നമുക്ക് എന്താണ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ ആ ചൂട് എന്നുള്ള ആ ഒരു എനർജിയെ പുറത്ത് കളയാതെ സൂക്ഷിച്ചു വെക്കുകയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഫ്യൂവൽസ് ഓഫ് ദി ഫ്യൂച്ചർ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് യൂസസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഹാവൻ യു? വാട്ട് ആർ ദെയർ ലിമിറ്റേഷൻ? നമ്മളിപ്പോൾ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഇവയുടെയൊക്കെ ഒരു ലിമിറ്റേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ലിമിറ്റേഷനാണ് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിനുള്ള മെയിൻ ലിമിറ്റേഷൻ? എന്താണ്? അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും എന്നുള്ളതാണ് മെയിൻ ലിമിറ്റേഷൻ. അതുപോലെ തന്നെ എന്താണ് നമ്മളിത് കത്തിക്കുമ്പോൾ ഈ ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാവും. ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കാരണം നമുക്ക് ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ വരും, നമുക്ക് അസുഖങ്ങളും വരും. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് തീർന്നു പോകും. അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസ് കത്തിച്ചാൽ എന്താണ്? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാകും. അത് കാരണത്താൽ നമുക്ക് ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ നമ്മുടെ എന്തിനുണ്ട്? പരിമിതികളുണ്ട്. എന്തിന്? നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് നമുക്ക് യൂസ് ചെയ്യാൻ. സോളാർ എനർജി, വിൻഡ് ആൻഡ് ടൈഡൽ വേവ്സ് ആർ ദ എനർജി സോഴ്സസ് വിത്തൗട്ട് ദീസ് ലിമിറ്റേഷൻ. നമ്മുടെ സോളാർ എനർജി സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി, വിൻഡിൽ നിന്നുണ്ടാക്കുന്ന എനർജി, അതുപോലെ തന്നെ തിരമാലയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന എനർജിക്ക് ഇങ്ങനത്തെ ലിമിറ്റേഷൻ ഒന്നുമില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് വല്ല എൻവയോൺമെൻറ്റൽ പൊല്യൂഷനോ ഹെൽത്ത് ഹസാർഡ്സ് ഒന്നും നമുക്കില്ല. പക്ഷേ ഈ സൺലൈറ്റ് അവൈലബിൾ എവ്രിവെയർ അറ്റ് ഓൾ ടൈം. പക്ഷേ നമുക്ക് ഈ സൂര്യപ്രകാശം എല്ലായിടത്തും ഒരുപോലെ ലഭിക്കുമോ? ഈസ് ദ സ്പീഡ് ഓഫ് വിൻഡ് യൂണിഫോം? അതുപോലെ തന്നെ എന്നും നമ്മുടെ കാറ്റിൻ്റെ സ്പീഡ് ഒരുപോലെ ആയിരിക്കുമോ? വാട്ട് അബൌട്ട് ദ ടൈഡൽ വേവ്സ്? അതുപോലെ തിരമാലയുടെ കാര്യമോ? എന്നും തിരമാലയിൽ നിന്ന് ഒരുപോലെ നമുക്ക് എനർജി ലഭിക്കുമോ? ഇല്ല അല്ലേ? വി കോൺ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൾവേസ് അറ്റ് ദ സെയിം റേറ്റ് ഫ്രം ദീസ് സോഴ്സസ്. നമുക്ക് എന്നും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? സൂര്യപ്രകാശത്തിൽ നിന്നും തിരമാലയിൽ നിന്നും അതുപോലെ തന്നെ കാറ്റിൽ നിന്നൊന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. The scientists are in search for new energy sources that can overcome these limitations. ഈ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയ എനർജി സോഴ്സസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തുന്നതിൻ്റെ ഒന്നാണ് എക്സാമ്പിളായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഹൈഡ്രജൻ, അതുപോലെ തന്നെ എന്താണ് ബയോഡീസലൊക്കെ. എന്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പുതിയ ഇന്ധനങ്ങൾ മീൻസ് ഫ്യൂവൽസ് ഇനി ഭാവിയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കൊക്കെ ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾ ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.